ഞായറാഴ്ചയല്ലേ വെറുതെ വീട്ടിൽ ഫോണിൽ കുത്തിയിരുന്ന് സമയം കളയണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഉമ്മ പറഞ്ഞു അവിടെ കുറച്ച് പച്ചക്കറി തൈകളുണ്ട്, അതൊക്കെ ഒന്ന് നടാവുന്നു. കേട്ട പതി കേൾക്കാത്ത പതി പ്രൊഡക്റ്റീവ് സൺഡേ ആക്കാൻ വേണ്ടി എൻ്റെ കെട്ടിയും ചാടി ഓടി ഇറങ്ങി പണിയെടുക്കാമെന്ന് വിചാരിച്ചു. കൂട്ടത്തിൽ ഞാനും കൂടിയെങ്കിലും എല്ലാം ചെയ്ത് നിൽക്കാൻ കേട്ടോ. കഴിഞ്ഞ വർഷം വർക്കല ശിവഗിരി ഫെസ്റ്റിൽ നിന്ന് ഞങ്ങളൊരു ചാമ്പത്തൈ വാങ്ങിച്ചായിരുന്നു. അതാണിത്. ഇന്നേക്ക് ഈ ഡിസംബർ ആകുമ്പോൾ ഒരു കൊല്ലവും ഇതുവരെ ഒരു മാറ്റമില്ല. ആകെ 2 ഇലയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഞായറാഴ്ചത്തെ ആവേശം കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തെങ്കിലും കൊനിഷ്ടൊപ്പിച്ചുകൊണ്ടായിരിക്കും വരുന്നതാ എവിടെയോ പോയി കാല് മുറിച്ചുകൊണ്ട് വന്നിരിക്കുക. പിന്നെ ഞാൻ കുറച്ച് മരുന്നൊക്കെ വെച്ച് കൊടുത്ത് സെറ്റാക്കി. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് സ്റ്റാർ പുളിഞ്ചിക്ക ഉണ്ട് കേട്ടോ. അതൊക്കെ പറിക്കാൻ വേണ്ടി ഓടിപ്പോയി. ഞങ്ങളതൊക്കെ പറിച്ച് കഴിച്ചു. ഞാൻ പുളിഞ്ചിക്കയുടെ ഫാനൊന്നുമല്ല, പക്ഷേ ഇതത്ര മധുരമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് നെല്ലിക്ക കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. കുറച്ച് നെല്ലിക്ക ഉപ്പിലിടാന്ന് വിചാരിച്ചപ്പോഴത്തേക്കും മിക്ക പറഞ്ഞു ഇക്ക തന്നെ എല്ലാം ചെയ്തോളാം. നെല്ലിക്ക കഴുകി വൃത്തിയാക്കി കുറച്ച് ഉപ്പ് ഇട്ട് വെച്ച് അതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് കാന്താരി മുളകും കൂടെ പിച്ചിട്ട് കൊടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ നെല്ലിക്ക ഉപ്പിലിട്ടത്. ഞായറാഴ്ചത്തെ വീഡിയോയുടെ പാർട്ട് 2 വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം. അത്രേ ഉള്ളൂ. ചാച്ചാ.